ഹലോ ഗൈസ്, അപ്പം നമ്മളിന്നൊരു മഗ് കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വിശപ്പിൻ്റെ വലിയ കുറച്ച് കൂടുതലുള്ളതാണ് ഗൈസ്. നമുക്ക് മഴയൊക്കെ പെയ്തപ്പോൾ നമ്മൾ ഇന്നൊരു മഗ് കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. എയർ ഫ്രയർ വാങ്ങിയതിന് ശേഷം നമ്മൾ ഒരു മഗ് കേക്ക് ഉണ്ടാക്കണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. പക്ഷേ അതിന് പറ്റിയ സാഹചര്യങ്ങളൊന്നും ഒത്തു വന്നില്ല ഗൈസ്. ഒരു സാധനം ഉണ്ടാകുമ്പോൾ ഒരു സാധനം ഉണ്ടാവില്ല, മറ്റേ സാധനം ഉണ്ടാകുമ്പോൾ മറ്റേ സാധനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ മഗ് കേക്ക് എന്നുള്ളൊരു ആഗ്രഹം നമ്മളിവിടെ സഫലമാക്കാൻ പോവുകയാണ് ഗൈസ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പാല് പോവലും പൊടി പോവലും പഞ്ചസാര പോവലൊക്കെ സ്വാഭാവികമാണ് ഗൈസ്. അപ്പം നമ്മൾ 4 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 കപ്പ് മിൽക്കും 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറുമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പകരം വെജിറ്റബിൾ ഓയിലും ആഡ് ആക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിൽ ഡയറി മിൽക്ക് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ചെയ്ത് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ഗൈസ്. അപ്പം ഞാനും എൻ്റെ നാത്തൂനുമാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കാലിന് വയ്യാത്തത് കൊണ്ട് അധികം പണി അവളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ മഗ് കേക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവളാണ് എന്നെ ഹെൽപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് പ്രത്യേകം പറയാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ബാറ്ററൊക്കെ റെഡി ആക്കിയതിന് ശേഷം നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 160 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് ആണ് ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ യൂട്യൂബിൽ ഏതോ ഒരാളെ വീഡിയോ കണ്ടിട്ടാണ് അങ്ങനെ ഒരു ടൈം വെച്ചത്. പക്ഷെ അത് കുക്കായി വന്നില്ല കേട്ടോ. അത് നമ്മളെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവാത്തത് കൊണ്ടാണോ ഇനി നമ്മൾ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ ഒന്നും എനിക്കറിയില്ല. ആ 5 മിനിറ്റ്സ് കൊണ്ട് എൻ്റെത് റെഡി ആയില്ല. അതിനുശേഷം ഞാനൊരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് വെച്ചപ്പോഴാണ് എൻ്റെ 10 മിനിറ്റ്സ് അല്ല 50 മിനിറ്റ്സ് വെച്ചപ്പോഴാണ് എൻ്റെ റെഡി ആയത്. അതിനുശേഷം ഞങ്ങളത് റെഡി ആയിട്ട് വന്നു കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്യാനിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, എങ്ങനെ ആവും എന്നറിയില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം തിന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കഴിച്ചപ്പോഴാണ് ഗൈസ് സത്യം കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരു ബ്രൗണിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് ഫസ്റ്റ് എൻ്റെ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് 2 പേർക്കും അങ്ങോട്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. പിന്നെ നമ്മളിട്ട് ഡയറി മിൽക്കൊന്നും അതിൽ കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ള് നോക്കിയപ്പോൾ ഉണ്ട് താഴെ കിടക്കുന്നുണ്ട്, എല്ലാ ഡയറി മിൽക്കും താഴെ പോയി കിടക്കുന്നുണ്ട്. ആ ഡയറി മിൽക്കും കൂട്ടി കഴിച്ചപ്പോഴാണ് കഴിച്ച് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വന്നത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. മെൽറ്റ് ആയിട്ടുള്ള ഡയറി മിൽക്കും ഈ കേക്കും കൂടി ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കഴിച്ചതിന് ശേഷം ദിനുവിനോട് പറയുന്നത് അതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നാത്തിനുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ളവർക്കും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.